മഹാനായ ഗസ്നവി ഇമാം ബുർദ ഇങ്ങനെ ചൊല്ലിയിട്ട് ബുർദയുടെ വരികൾ ചൊല്ലി തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ബുർദ ധാരാളം ചൊല്ലി. പക്ഷേ ആഗ്രഹം സഫലമായില്ല. മഹാനവറുകൾ തൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് ഷെയ്ഖിൻ്റെ അടുത്ത് വന്നിട്ട് പോയി പറഞ്ഞു, ഞാൻ ഖസീദത്തുൽ ബുർദ ധാരാളമായിട്ട് ചൊല്ലി, പക്ഷെ എൻ്റെ ആഗ്രഹം പൂവണിഞ്ഞില്ല. നീ എല്ലാ ഷർത്തുകളും പാലിച്ചിരുന്നോ? അതെ, ഞാൻ ഷർത്തുകളൊക്കെ പാലിച്ചിട്ടുണ്ട്. അപ്പോ ഷെയ്ഖ് അവറുകൾ ചോദിച്ചു, നിങ്ങൾ ഖസീദത്തുൽ ബുർദന്റെ ഇടയിൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം, ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലാറുണ്ടോ? അതിൽ ചെറിയൊരു പ്രയാസം, എപ്പോഴും ചൊല്ലാറില്ല. അപ്പൊ പറഞ്ഞു, അതാണ് ഫലിക്കാത്തത്. ബുർദകൾക്കിടയിൽ ഈ ഖസീദയുടെ മാറ്റു വർദ്ധിപ്പിക്കുന്നതാണ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ എന്ന സ്വലാത്ത്. എന്താണ് സ്വലാത്തിന്റെ പ്രത്യേകത? അതിലെ രണ്ടാം വരി അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം എന്നില്ലേ, ആ വരിയാണ് നേരത്തെ മുത്തനബി പഠിപ്പിച്ചു കൊടുത്ത ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ എന്നതിന് മുത്തനബി ബാക്കി പൂരിപ്പിച്ചെടുത്ത ഭാഗല്ലേ, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അതാണ് മൗലായയുടെ രണ്ടാം ഭാഗത്തുള്ളത്. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഖൈറുൽ ഖൽഖി കുല്ലിഹിം എന്നുള്ളത് മുത്തനബിയുടെ സംഭാവനയാണ് ബുർദയിൽ. അപ്പൊ അതുകൊണ്ട് ആ സ്വലാത്ത് ബുർദയിൽ ഇങ്ങനെ ആവർത്തിച്ച് വന്നാൽ ബുർദ ചെല്ലുന്ന ആളുകൾക്ക് അതിന്റെ ഫലം എന്ത് ലക്ഷ്യം വെച്ചാണോ ഉള്ളത് ആ ഫലം ലഭിക്കുമെന്നാണ്.